What is it? Down. You stay. Okay? രണ്ടുപേരും down. നമ്മൾ പറഞ്ഞ ഡോഗ് കേൾക്കണം, അല്ലാതെ ഡോഗ് പറയുന്നല്ല നമ്മൾ കേൾക്കേണ്ടത്. കൊണ്ടുകൂടെ അതുപോലെ തന്നെ പാല് വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ചീവിയതിന് ശേഷം വീണ്ടും തിരിച്ചു. ഇദ്ദേഹം ട്രെയിൻഡ് ഡോഗ് ആയതുകൊണ്ട് ഇയാൾ തന്നെ തുറന്ന് ഇറങ്ങി വരും. ആ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് കൊട്ടാരക്കര പള്ളിക്കലാണ്. അച്ഛനും മോളെയും കൂടെ കാണാൻ വന്നതാണ്. സത്യത്തിൽ ഇവർ അഗ്രസീവായ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കും. ഏത് തരത്തിലുള്ള അഗ്രസീവായ അവർ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുപോകുമ്പോൾ നല്ല കൊച്ചു കുട്ടികളെ മടിയിൽ ഇരുത്തി കൊണ്ടുപോകില്ലേ, അതുപോലെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ട്രെയിൻ ചെയ്യിക്കുന്നതാണ് നമ്മൾ ഇത് കാണിക്കാൻ പോണത്. ഇവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു എന്താ പറയണേ, ജയിലാണോ അതോ പാർക്കാണോ എന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ? വീടിന്റെ ബാക്കിലാണ്. കാരണം വീടിന്റെ ബാക്കിലാകുമ്പോൾ മറ്റാൾക്കാർ വരുമ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റർബ് ആവത്തുമില്ല. അപ്പം അതിന് സേഫ്റ്റി ആയിട്ട് നമുക്ക് അത് ഇടാനും പറ്റും. ചേട്ടന്റെ പേര്? പക്ഷേ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും അതിന് വെളിയിൽ പോകാനുള്ള സൗകര്യം കുറവാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് പ്രഭാരാഘവൻ. ഇന്ത്യൻ ആർമിയിലായിരുന്നു. ഓ, ആർമിക്കാരന്റെ പട്ടാളക്കാരനാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു. എത്ര പേരെ വെടിവെച്ചൊന്നുണ്ട്? വെടിയൊന്നും വെച്ച് കൊന്നിട്ടില്ല. അവിടെ എന്തായിരുന്നു? ഞാൻ ഈ ഡോഗ് സ്ക്വാഡിന്റെ കൂടെ ഒരു 2-3 വർഷം. അവിടെയും ഈ ഒരു പരിപാടി അല്ല, ഞാൻ സ്റ്റോർ കീപ്പർ ആയിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഡോഗിനെ. നമ്മളിവിടെ വരുമ്പോ തന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്. മോളുടെ പേരെന്താ? മോളും പട്ടാളത്തിൽ. ഇതിനോടുള്ള ഇതിലേക്ക് എങ്ങനെ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഒന്ന് കേറട്ടെ, കേറിക്കോട്ടെ. ഓക്കെ. ആ, ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ട് കേറാൻ. ഇതാണ് സാമ്രാജ്യം. പൊന്നോ, ഇതൊന്നും നോക്കിയേ, ചുറ്റും നോക്കിയേ, ആ ചുറ്റും ഒന്നും നോക്കിയേ. അവിടെ നമ്മളിവിടെ നിർത്തിയിട്ട് ആ ഡോറൊന്ന് ഒരു തുറന്നു വിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, പുതിയൊരാള് വരുമ്പോ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പഠിപ്പിച്ച ഒരു ഡോഗിനെ വേണമെങ്കിൽ പുറത്തിറക്കാം. ആരും ഒന്നും ചെയ്യത്തില്ല, ധൈര്യമായിട്ടിരിക്കാം. അതിന്റെ 100% റെസ്പോൺസിബിൾ ഞാനാണ്. ഒരു ഡോഗിനെ ഞാൻ ഇറക്കി കാണിക്കാം. അറ്റാക്ക് ട്രെയിനിങ് ഉള്ള ഡോഗാണ്. പറഞ്ഞാൽ മാത്രമേ അത് കയറി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ അതിനെ പുറത്തിറക്കാം. ഇറങ്ങുമ്പോ എന്താണ് കാണുന്നത്? ഇവിടെ ഒരു തെങ്ങൊക്കെ ഉള്ളതുകൊണ്ടുള്ള ധൈര്യത്തിലാണ് നമ്മളിത്. ഇദ്ദേഹത്തിന് പൂട്ടിയിട്ടേക്കുന്ന കാര്യം ഇദ്ദേഹം തന്നെ കൂട് തുറക്കും. തന്നെ കൂട് തുറന്ന് പുറത്തിറങ്ങും. അതിനാണ് ഇതിന് ഇയാളെ ലോക്ക് ചെയ്തത്. എല്ലാവരും ഇല്ല, ഇദ്ദേഹം ട്രെയിൻഡ് ഡോഗ് ആയതുകൊണ്ട് ഇയാൾ തന്നെ തുറന്ന് ഇറങ്ങി വരും. ഇത് ഇനി നമ്മൾ പറഞ്ഞാലേ ഡോഗ് എഴുന്നേറ്റ് വരത്തുള്ളൂ. അതെ, യു സ്റ്റേ. നോ, ഡൗൺ, യു സ്റ്റേ. ഇനി ഈ ഡോഗ് നമ്മൾ പറയാതെ ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് വരത്തില്ല, എഴുന്നേക്കത്തില്ല. എന്റെ ഓർഡർ കമാൻഡിലാണ് ഡോഗ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ മാത്രമേ ഡോഗ് എഴുന്നേറ്റ് വരത്തുള്ളൂ. ഗുഡ് ബോയ്, കം ഹീൽ. ഇപ്പൊ നമ്മുടെ ഹീലിലെ ലെഫ്റ്റ് സൈഡിലാണ് ഡോഗ് ഇരിക്കേണ്ടത്. അതാണ്. അപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ഡോഗ് ഇരിക്കാൻ. അടുത്ത ഓർഡർ കമാൻഡിന് വേണ്ടി ഡോഗ് കാത്തിരിക്കുകയാണ്. ഞാൻ അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കയറി അറ്റാക്ക് ചെയ്യും. അപ്പൊ അറ്റാക്ക് പറയുന്നില്ല, ബാക്കി ഓർഡർ കമാൻഡ്. ഞാനിപ്പം സ്റ്റേ, കം ഹീൽ. ഹീൽ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വേണം ഡോഗ് വന്നിരിക്കും. കം ഇവിടെ, കം ഹീൽ. ഇതാണ് മനുഷ്യൻ പോലെ ഒരു മൃഗം അനുസരിക്കുന്നുണ്ട്, നായ അനുസരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നായ പൊസിഷനിൽ ഇങ്ങനെ വന്നിരിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞ ഡോഗ് കേൾക്കണം, അല്ലാതെ ഡോഗ് പറയുന്നല്ല നമ്മൾ കേൾക്കേണ്ടത്. അങ്ങനെ കേട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. അതില്ല. ഇത് ചോദിച്ചോട്ടാ, അപ്പൊ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും അനുസരിക്കും? ഒന്നുമില്ലായിരുന്നു, നോർമൽ ഡോഗ് ആയിരുന്നു. അനുസരിപ്പിക്കാൻ നിങ്ങൾ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത്? തല്ലാണ്? അല്ലല്ല, ഒരിക്കലും. നമ്മൾ ഫുഡ് കൊടുത്താണ്, ഡോഗിന് ഫുഡ് കൊടുത്താണ് നമ്മൾ അനുസരിപ്പിക്കുന്നത്. ഇപ്പം ഇതൊരു ക്ലിക്കറാണ്. ഇതൊരു ക്ലിക്കറാണ്. ആദ്യം വരുന്ന ഡോഗിന് നമ്മൾ ക്ലിക്കർ അടിച്ച് ഫുഡ് കൊടുക്കുക. ക്ലിക്കർ അടിക്കുമ്പോൾ ഡോഗ് മൈൻഡ് ചെയ്യുന്ന ക്ലിക്കർ എവിടുന്ന് വന്നു, ശബ്ദം എവിടുന്ന് വന്നു. ആ ശബ്ദം വരുന്ന ദിക്കിലേക്ക് നോക്കും. നോക്കുമ്പോ അതിന് ഫുഡ് കൊടുക്കും. അവിടെ ഇരുന്ന് നീ പറയാതെ എഴുന്നേക്കുവാ? ഉറപ്പല്ലേ? ഞാൻ ഇത്രയും അനുസരണയോടെ എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് ഇതുപോലെ നമ്മൾക്ക് ചെയ്യിക്കാൻ പറ്റും? നമുക്കൊരു 30 ദിവസം മുതൽ 40 ദിവസം വരെ എടുക്കും. ക്ലീൻ ആയിട്ട് പറഞ്ഞിരിക്കും ഇതുപോലെ. ഇനി നിങ്ങൾ പറഞ്ഞ അപ്പം ചാടി പിടിച്ച് കടിക്കും. ഇത് അറ്റാക്ക് ട്രെയിനിങ് ഉള്ള ഡോഗാ. അറ്റാക്ക് ചെയ്യും. നമ്മള് അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ ചെയ്യൂല. ഇപ്പൊ പറഞ്ഞ എന്നെ അറ്റാക്ക് ചെയ്യും. അപ്പൊ പറയണ്ട. എന്തായാലും 40 ദിവസം കൊണ്ട് ക്ലീൻ ആവും. എത്ര പ്രായമുള്ള ഡോഗിനെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാം? നമുക്കൊരു 3-4 മാസം
മാസം തൊട്ടാണ് കുഞ്ഞ് ട്രെയിനിങ് തുടങ്ങുന്നത്. 1 വയസ്സിനകത്ത് നമ്മൾ ട്രെയിനിങ് ചെയ്യിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ ചെയ്യിക്കും, അമ്മ എന്ത് ചെയ്യും? അമ്മയാണ്, പിന്നെ ചേട്ടന്റെ വൈഫാണ്. പിന്നെ അമ്മയെന്ന് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. അമ്മ അവിടുത്തെ അമ്മ അല്ലേ? പറയും. ഡോഗിന്റെ ഫുഡും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് വൈഫ് തന്നെയാണ് നോക്കുന്നത്. അതിന് എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം എന്നൊക്കെയുള്ള ലെവലിൽ, ഈ കൂരക്ക് എത്ര പൊടിക്കണം, അതെങ്ങനെ കുറുക്കിയെടുക്കുന്നത്, അതിനെങ്ങനെ ചിക്കൻ ഇടുന്നത്, ആ കാര്യങ്ങളെല്ലാം വൈഫിനാണ്. അപ്പൊ അത്യാവശ്യം ഈ വീട്ടിലുള്ളവർക്ക് ഡോഗിനെ കുറിച്ച് എല്ലാം അറിയാം അല്ലേ? ഇതിന് ഡോഗിന് പനിയൊക്കെ ഉണ്ടാവുക? പിന്നെ പനിയൊക്കെ, ജലദോഷം എല്ലാം ഉണ്ടാവും, നമ്മുടെ മനുഷ്യന്റെ കൂട്ട് തന്നെ. അപ്പൊ അതിനുള്ള മരുന്നുകളും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ട്രെയിനിങ് നമ്മൾ കാണിക്കാമാണ്. മുകളിലാണ്. Get, sit, down, you stay. Get down. Down, you stay. ഇങ്ങോട്ട് പേപ്പർ ഇങ്ങെടുത്ത്, പേപ്പർ ഫെച്ച് കൊണ്ടുകൊടു. ഔട്ട്. ഗുഡ് ബോയ്, കം. യു ഔട്ട്. പേപ്പർ ഫെച്ച് അങ്ങോട്ട് കൂടെ. ഗുഡ് ബോയ്. അതുപോലെ തന്നെ പാല് വാങ്ങിച്ചുകൊണ്ടിരണമെങ്കിൽ പാല് കൊണ്ടുവരും. ഒരു കാര്യം ചോദിച്ചോട്ടാ, ഇതിന്റെ ഈ വാല് മുറിച്ച് ഇതിന്റെ വാല് മുറിച്ചാണ്. സാധാരണ ഡോവർമാന്റെ വാലിന് നീട്ടം കൂടുതല. ഇതിങ്ങനെ കറങ്ങി വാലെ കയറി കടിച്ചത് മുറിക്കും. ഈ പട്ടി തന്നെ അവനവന്റെ വാല് കടിച്ച് മുറിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡോഗിന്റെ വാല് മുറിച്ച്. ഒന്നും ചെയ്യില്ല, വാല് മുറിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അത് മാത്രമല്ല, പിന്നെ കാണുന്നവരെല്ലാം വാലാട്ടി കൊണ്ടു നടക്കും. പിന്നെ അത് ഒരു പെറ്റായിട്ട് അങ്ങ് മാറുകയും ചെയ്യും. ചെവി അത് സൗന്ദര്യത്തിന് വേണ്ടി ക്രോപ്പ് ചെയ്യുന്നത്. യു കം, ഗെറ്റ്, സെറ്റ് ഡൗൺ. ഗുഡ് ബോയ്. ഈ ഡോഗിനെ എപ്പോഴും ഓപ്പോസിറ്റേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു ചെയ്യുക. ഇങ്ങനെ വേണം ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വേണം ചെയ്യുക. ഹെഡ് അപ്പ്. ഓ, അത് ശരി. ഹാൻഡ്. നെക്സ്റ്റ് ഹാൻഡ്. ഇത് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. സുഖം കിട്ടും. ചില ആദ്യം ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇത് ഡെയിലിയുള്ള ശീലമാകുമ്പം നല്ല ഇതാണ്. കം. ഗുഡ് ബോയ്. കം, ജംപ്. ഗുഡ് ബോയ്. ആദ്യം നമ്മൾ എന്തെങ്കിലും ഇറച്ചി പീസോ ഏതെങ്കിലും ഒരെണ്ണത്തെ കൊണ്ടുവന്നിടും. എന്നിട്ട് കൈ കൊണ്ടുവന്ന് അതിനെ മണപ്പിക്കും. മണപ്പിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് ഏത് ബോക്സിലാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഇത് ഈ കാണുന്ന ബോക്സിൽ ഏതിലാണെന്നുള്ളത് കണ്ടുപിടിക്കും. ഈ ഡോഗ് കുരയ്ക്കത്തില്ലായിരുന്നു. ആരെ കണ്ടെങ്കിലും പല പക്ഷികളെ കിടക്കുന്ന ഡോഗ് അതും കുരയ്ക്കത്തില്ലായിരുന്നു. അതാണ് ഞാൻ പോയപ്പോ അത് മിണ്ടിയില്ല. അപ്പൊ ഞാൻ എന്നോട് ഇതിനെ അവർക്ക് കുരപ്പിച്ച് കൊടുക്കണം. അതാണ് അതിന്റെ ആൾക്കാർ വന്നാൽ അതിനെ കുരയ്ക്കണം. അപ്പൊ കുരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇതിനെ പഠിപ്പിക്കുന്നത്. സ്പീക്ക് നമ്മൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എങ്ങനെ കുരക്കാത്ത പട്ടീനെ എങ്ങനെ കുറച്ച് പഠിപ്പിക്കും? അതെനിക്ക് മനസ്സിലായില്ല. ഗുഡ്. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ കുരപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായി നാട്ടില്. അവനെ കൊണ്ടുവന്നെങ്കിൽ എല്ലാ പട്ടിയും ഇവിടെ കുരച്ചേനെ. കുരക്കാത്തതും കുറിച്ച് അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാട്ടെ. കൈമ കയറി കടിക്കുവോ? ഇല്ല. അവനെ കണ്ടിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് ഞാനും പഠിച്ചില്ലേ? തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടാ പാർവതി. ഈ ട്രെയിൻ ചെയ്യിക്കാനുള്ള വിദ്യകളൊക്കെ ഞാൻ പഠിച്ചു. കുറക്കാത്ത പട്ടീനെ വരെ ഞാൻ കുറപ്പിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് കൊടുക്കുന്ന എപ്പോഴും കൈയുടെ വെള്ളയിൽ വെച്ചേ കൊടുക്കാവും. ബിസ്ക്കറ്റ് ഇങ്ങനെ കൊടുക്കരുത്. നമ്മുടെ കയ്യിൽ അത് കയറി കടിച്ചു കളയാൻ പല്ല് നമ്മുടെ കയ്യെ കൊള്ളു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബിസ്ക്കറ്റ് താണ്ട ഈ കൈ വെള്ളയിൽ വെച്ച് അപ്പൊ അതിന് നമ്മുടെ സ്മെല്ലും കിട്ടും. നിങ്ങൾ രണ്ടുപേരും ഉള്ള ഇവിടെ നോക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. വേറെ ആരും ക്ലീൻ ചെയ്യാനല്ല. ഒരു കേസ് ഞാൻ പറഞ്ഞു തരാട്ടെ. നമുക്ക് എവിടെ പോയാലും ഒരു ഡോഗിനെ വളർത്തുന്നിടത്ത് പോയാൽ പോലും സ്മെല്ലുണ്ടാവും. ഇവിടെ വന്നപ്പോ ഇത്രയും ഡോഗുകൾ ഉണ്ടെങ്കിലും ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടണില്ല. അതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കറക്റ്റ് ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
ടോയ്ലറ്റ് ഇപ്പൊ ഈ 4 കൂട് കാണുന്നില്ലേ, ഈ കാണുന്നത് ഈ 4 കൂടുകൾ രാവിലെ 5:30 മണിയാകുമ്പോൾ 4 പേരെ ഇറക്കും. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റാണ്. ഓ, ഇതൊന്ന് ഇത് ഇവരുടെ ടോയ്ലറ്റ് 4 നിർമ്മിച്ചു കൊടുത്തേക്കുന്നതാണ്. ഞാൻ ഇതും ഡോഗിന് ഇടുന്ന കൂടുകളാണെന്ന്. ഇത് ടോയ്ലറ്റ് ആണ്. അത് ട്രെയിൻ ചെയ്തു 4 ഡോഗുകൾ ഇടും. 4 ഡോഗുകളും ഓരോ കൂട്ടി ചെന്ന് കയറും. അതിനകത്ത് ടോയ്ലറ്റ് കഴിയുന്ന സമയം കൊണ്ട് നമ്മൾ കൂടുകളെല്ലാം ഈ ഫിനൈൽ, ഈ ഡോഗിന്റെ ഫിനൈൽ വാഷ് ചെയ്യുന്ന കെനൽ വാഷ് ഇത് ഉപയോഗിക്കേണ്ട അത്യാവശ്യം. ഇത് മറ്റുള്ളവർ അറിയണം, കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും ഡോഗ് വളർത്തുന്നവർക്ക്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഡോഗ് ഒരിക്കലും സ്വാദറിഞ്ഞല്ല ആഹാരം കഴിക്കുന്നത്. ഡോഗ് എപ്പോഴും അത് സ്മെല്ല് പിടിച്ചാണ് ആഹാരം കഴിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് ഡോഗിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ആദ്യം ഡോഗ് മണപ്പിച്ചാണ് നോക്കുന്നത്, അല്ല നക്കി സ്വാദറിഞ്ഞല്ല അത്. ഡോഗിനെ നമ്മൾ സ്നേഹിച്ചാൽ ഒരു നേരത്തെ ഫുഡ് കൊടുത്താൽ അത് ജീവിതകാലം മൊത്തം നമ്മളെ അനുസരിക്കുന്നുള്ളതാണ്. സ്നേഹവും കാണും. അതായത് മനുഷ്യന് സ്നേഹം കൊടുത്താൽ സ്നേഹമാണ് ഡോഗ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങളെക്കായും ഓമനത്തോട്ടാണ് ഞാൻ ഈ ഡോഗുകളെല്ലാം ഞാൻ വളർത്തുന്നത്. അതെ, അച്ഛൻ അങ്ങനെയാണ് നോക്കണത്. നിങ്ങൾക്ക് ഡോഗിന് കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണില്ലേ? സ്നേഹമൊക്കെ ഉണ്ട്, അച്ഛനും കൊടുക്കാറുണ്ട്. എങ്കിലും ഡോഗുകളെ ജീവനാണ് അച്ഛന്, അല്ലേ? എനിക്ക് ഡോഗുകളെ വളരെയധികം ഇഷ്ടമാണ്. സബാഷ് ബെല്ല, ഗുഡ് ബോയ് സബാഷ്. അപ്പൊ ചേട്ടന് ചേച്ചിക്കും കൂടെ എത്ര മക്കളാ? ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. ഒരെണ്ണം ഉള്ളൂ. ഒറ്റ മോളേ ഉള്ളൂ. ഈ ഒരെണ്ണം നിങ്ങളുടെ അനുസരണയുള്ള മോളായിട്ടൊക്കെ വിവാഹം കഴിഞ്ഞല്ലേ? ഭർത്താവിന്റെ പേര് എന്ത്? അപ്പൊ അതിനെയൊക്കെ എങ്ങനെ അനുസരിപ്പിക്കും? ഈ ട്രിക്ക് ഉപയോഗിക്കാണോ? ഹസ്ബൻഡിനെ ബിസ്ക്കറ്റ് കൊടുത്ത് ഇല്ല, നമ്മൾ പറഞ്ഞ അനുസരിക്കൂല, പാവാണ്. ഇത്തരം പിന്നെ ഇതില്ല, അഖിൽമാരാറിന്റെ അനിയന്റെ വൈഫാണ് നിൽക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ നിങ്ങളാണ് ഇത്ര വോട്ടൊക്കെ ചെയ്ത് ഇത് ചെയ്തത്. വോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലേ? ഈ ട്രെയിനിങ് സെന്റർ വരുന്നത് കൊല്ലം ജില്ലയില് കൊട്ടാരക്കര പള്ളിക്കല്. ചേച്ചിയുടെ പേര് ശീല ചേച്ചിയുടെ മധു അല്ലേ? ഹസ്ബൻഡ് മധു അല്ല കേട്ടോ, പ്രഭാകരൻ ചേട്ടൻ അല്ലേ? പ്രഭാകരൻ ചേട്ടന്റെയും ചേച്ചിയുടെയും ഒരേ ഒരു മകള്. അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടെ കഴിഞ്ഞു പോവാണ് കുറെ വർഷങ്ങളായിട്ട്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഡോഗിനെയൊക്കെ പരിശീലിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഫാമിലി അങ്ങനെ മുന്നോട്ട് പോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളെ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കാനുണ്ടെങ്കിൽ ഇവരെ വിളിക്കുക. ഈ അച്ഛനും മോളും ഈ അമ്മയും ഏത് സമയത്തും ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫോൺ നമ്പർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ വയ്ക്കാനുണ്ട്. ചേട്ടനൊന്ന് പറഞ്ഞോ. 9608361006. അതൊരു ഹിന്ദി ഭാഷയാണ് ഉപയോഗിക്കുന്നത് ചേട്ടൻ, വേറൊന്നുമല്ല. ചേട്ടൻ ഒരു പട്ടാളക്കാരനായിരുന്നു. കൂടുതൽ സംസാരിച്ചേക്കണ ഹിന്ദി അല്ലേ? നിങ്ങളോട് ഹിന്ദിയിലാണ് സംസാരിക്കുള്ളൂ. ചില ഹിന്ദി വരല്ലേ? ചില വേർഡുകൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഹിന്ദിയിൽ അങ്ങ് വന്നു പോകുന്ന മനഃപൂർവ്വമല്ല. ഒരുപാട് മഞ്ഞുമലകൾ താണ്ടിയേക്കുന്നതാണ്. കാരണം എന്റെ 17-18 വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്. അത്ര ചെറുപ്പത്തിലേ കയറിയതാണ്. പിന്നെ 10, 24, 25 വർഷം പിന്നെ ആ ഹിന്ദി തന്നെയാണ് നമ്മുടെ സംസാരവും കാര്യങ്ങളൊക്കെ. വീട്ടിൽ വരുന്ന വർഷത്തെ 2 മാസത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അത് ചേട്ടനോടല്ല, ചേച്ചീനോടാണ്. സാധാരണ പട്ടാളക്കാര് അല്ലെങ്കിൽ പോലീസുകാർ കുറച്ചും കൂടെ മൃദുലമായിരിക്കും. പട്ടാളക്കാര് പരുക്കൻ സ്വഭാവമായിരിക്കും. എപ്പോഴെങ്കിലും ചേച്ചിയുടെ അടുത്ത് ഈ ചേട്ടൻ പരുക്കൻ സ്വഭാവം എടുത്തിട്ടുണ്ട്? ഒരിക്കലും എടുത്തിട്ടില്ല. പറഞ്ഞു ഇനിയിപ്പോ നോക്കണ്ട, സമയമൊക്കെ കഴിഞ്ഞു ഇല്ലേ?